ആന എന്തോ വന്ന് ആക്രമിച്ചില്ല, അതെങ്ങനെയായിരുന്നു സംഭവം? അല്ല, വന്നില്ല. ആ വീട് അവിടെ ഫോറസ്റ്റുകാരുടെ കുടിയിൽ അടിച്ചു. അതെന്തായിരുന്നു സംഭവം? അത് ഒരു ദിവസം വൈകിട്ട് വന്നു വെച്ച് ആന പിന്നെ അപ്പുറം ചാപ്പ് വെച്ച് കെട്ടി, അവർ വെച്ച് കെട്ടിയതാണ്. നമ്മളിപ്പറേ താമസം തുടങ്ങിയിട്ട് അങ്ങോട്ട് അവരുടെ ആണ് കർണാടക. എന്നിട്ട് വെച്ച് കെട്ടി ആ ചാപ്പ വന്ന് അടിച്ച് പൊളിച്ച്. അത് ഓഗസ്റ്റ് 7-ാം തീയതി അടിച്ച്. സിസ്റ്ററിന് കാണാൻ പറ്റുമായിരുന്നോ ചെയ്യുന്നത്? കാണാൻ നമ്മൾ കുഞ്ഞുങ്ങൾ രണ്ടുപേരും മണ്ണെണ്ണയും കൊണ്ട് വന്നവരാ താഴേന്ന്. ആ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് എൻ്റെ കൂടെ. ആ കുഞ്ഞുങ്ങൾ വന്ന് സിസ്റ്റർ ചെയ്ത് നമുക്ക് ഈശോ താഴെ എവിടെയെങ്കിലും ആന നമ്മളെ കൊല്ലും. എന്നിട്ടാണ് വചനം ശരിക്കും ജീവനുള്ളതായിരുന്നു. അഞ്ചാമത് സങ്കീർത്തനം കിട്ടി, 51-ാം സങ്കീർത്തനം. 4 വാക്ക് വചനം വായിച്ചപ്പോൾ ആന ഇങ്ങോട്ടടുക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടടുത്ത് ഇപ്പോൾ താഴേന്ന് ഒച്ച കേട്ടിട്ട് ആൾക്കാർ ഒത്തിരി 10-15 പേര് കയറി വന്നു. നമ്മളെ ശരിയാക്കി എന്നുള്ളതാണ് എല്ലാവരും ചിന്തിച്ചത്. എന്നിട്ട് കയറി വന്നു. അവര് കയറി വന്നപ്പോഴത്തേക്കും ആന പിന്നെ അത് അവിടുത്തെ പണി കഴിഞ്ഞ് ഇനി ഇതിനോട്ട് അടുക്കാൻ വന്നതായിരിക്കും, എന്തോ അറിയില്ല. വന്ന വഴി ജണ്ട കിട്ടാൻ വേണ്ടി കല്ലെ ചവിട്ടി തയ്ച്ചിരുന്നു. വീണത് പിന്നെ ഭീഷണിയിലുള്ളതുകൊണ്ട് വീണത് നല്ലപോലെ കാണാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇതിന് ബുദ്ധിക്കയും വീശി നോക്കി. അപ്പൊ ഇവരെന്നോട് ചോദിച്ചു എന്നാണ്. അപ്പൊ ഞാൻ എഴുതി കൊടുത്തു, അവനെ കൊടുത്തതാക്കും. എഴുതി കൊടുത്തപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യണ്ടെന്ന്. 1 മണിക്കൂർ മിച്ചം അതിന് ബുദ്ധിക്കയും വീശി നോക്കി പുറകോട്ടടിച്ചു പോയി. പുറകോട്ടടിച്ചു പോയപ്പോൾ അത് ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു പറഞ്ഞു. ഇവിടെ പ്രത്യക്ഷം ഉണ്ട്, അതുകൊണ്ട് ആന പുറം തിരിയാതെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട്. പുറകോട്ടടിച്ചു പോയത്.